വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്കറിയാം നമ്മുടെ SSLCയിൽ സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ പാഠത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ലിബർട്ടി, ഫ്രട്ടേണിറ്റി ആൻഡ് ഈക്വാലിറ്റി എന്നുള്ള ആ പാഠത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ആ ഒരു പാഠത്തിൻ്റെ പേര് തന്നെ പ്രധാനമായിട്ടും നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്ന ഫ്രഞ്ച് റവല്യൂഷൻ, എല്ലാ റവല്യൂഷൻസിൻ്റെയും മാതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ടാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ നമ്മൾ പഠിക്കുന്നത്. ലിബർട്ടി, ഫ്രട്ടേണിറ്റി ആൻഡ് ഈക്വാലിറ്റി. ഈ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഭാഗത്തൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ് ലിബർട്ടി, ഫ്രട്ടേണിറ്റി ആൻഡ് ഈക്വാലിറ്റി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. നമുക്കറിയാം ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് 1789 നമുക്കറിയാം എല്ലാ വിദ്യാർത്ഥികൾക്കും വർഷങ്ങൾ ഓർമ്മയിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു വിപ്ലവത്തിന്റെ വർഷം നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ഓർക്കാനായിട്ട്. 1789 7 മുതൽ തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ 7, 8, 9. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടന്നത് എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർമ്മയിൽ വെക്കാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഫ്രാൻസ് എന്ന് പറയുന്ന ഈ രാജ്യത്ത് എന്തുകൊണ്ടാണ് ഒരു വിപ്ലവം ഉണ്ടായത് എന്ന് നമുക്കറിയാം. എങ്കിലും അതിന് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഫ്രാൻസിലെ ഒരു സോഷ്യൽ സിസ്റ്റം, അതായത് സാമൂഹിക വ്യവസ്ഥിതി, ബോർഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫ്രാൻസിലെ മൊത്തം ജനങ്ങളെ 3 തട്ടുകളിലായി തരംതിരിച്ചതാണ് ഈ ഒരു വിപ്ലവം അവിടെ ഉള്ള പ്രധാനപ്പെട്ട കാരണം. അതിൽ 3 എസ്റ്റേറ്റുകൾ എന്നാണ് അവർ പറയുക. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഒപ്പം തന്നെ 1ാമത്തെ എസ്റ്റേറ്റിലെ ക്ലർജി, 2ാമത്തെ എസ്റ്റേറ്റിലെ ലോർഡ്സ്, 3ാമത്തെ എസ്റ്റേറ്റിലെ കോമൺസ്. ക്ലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പുരോഹിതർ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ലോർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ, സമ്പന്നരായിട്ടുള്ള ആളുകൾ. അതുപോലെ കോമൺസ്, അവരാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള അനീതി ഫ്രാൻസിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു ഡിവിഷൻ ഒഴിവാക്കി എല്ലാവർക്കും ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് യൂറോപ്പ് എത്തണം, അല്ലെങ്കിൽ ഫ്രാൻസ് എത്തണം എന്നുള്ളതാണ് ഈ ഒരു പ്രധാനമായിട്ടുള്ള വിപ്ലവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നവര് പ്രധാനമായിട്ടും ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഈക്വാലിറ്റി. അതുപോലെ ഈ വിപ്ലവം നടന്ന വർഷം 1789. ഫ്രാൻസിനെ മൊത്തം 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റിലെ ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റിലെ ലോർഡ്സ്, തേർഡ് എസ്റ്റേറ്റിലെ കോമൺസ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം.